വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ 14-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യം. ലൂക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായം 24-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നത്: ആ ക്ഷണിച്ച പുരുഷന്മാർ ആരും എന്റെ അത്താഴം ആസ്വദിക്കില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. ആ ക്ഷണിച്ച പുരുഷന്മാർ ആരും എന്റെ അത്താഴം ആസ്വദിക്കില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നുവെന്ന് പറഞ്ഞു. സ്തോത്രം. നമുക്ക് ഈ ഒരു ലൂക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 15 മുതൽ വായിക്കുമ്പോൾ അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്. ഒരാള് പറയുന്ന ഒരു കാര്യമാണ്: ദൈവരാജ്യത്തിൽ ഭക്ഷണം കഴിക്കുന്നവർ ഭാഗ്യവാൻ എന്ന് അവനോട് ഉത്തരം എന്ന് പറഞ്ഞു. സ്തോത്രം. അപ്പൊ ദൈവരാജ്യത്തിൽ ഫുഡ് കഴിക്കുന്ന കാര്യത്തെ കുറിച്ച് അവിടെ പറയുന്നത്. അപ്പൊ യേശു കർത്താവ് പറയുക, ഒരു പരാബിൾ പറയുകയാണ്: ഒരു മനുഷ്യൻ വലിയൊരു അത്താഴം ഒരുക്കി പലരെയൊക്കെ ക്ഷണിച്ചു. അത്താഴ സമയത്ത് തന്റെ ദാസനെ അയച്ചു. ക്ഷണിച്ചവരോട് എല്ലാവരും ഒരുങ്ങിയിരിക്കുന്നു എന്ന് പറയിച്ചു. എല്ലാവരും ഒരുപോലെ വഴി പറയാൻ തുടങ്ങിയത്. ഒരു വലിയ മനുഷ്യൻ ഒരു വിരുന്ന് കഴിച്ചു. എന്നിട്ട് ദാസനെ വിട്ട് പലരെയും വിളിച്ചു വരാൻ പറഞ്ഞു. വിരുന്ന് തയ്യാറായിട്ടുണ്ട്, വന്ന് കഴിക്കാൻ പറഞ്ഞു. പക്ഷെ ഈ വിളിക്കപ്പെട്ടവരെല്ലാം പലരും പല പല ഒഴിവ് കഴിവുകൾ പറഞ്ഞിട്ട് ഈ വിരുന്നിൽ നിന്ന് എന്ത് പറഞ്ഞത് ഒഴിവാകാനാണ് ശ്രമിക്കുന്നത്. ഒന്നാമത്തെ ആള് പറഞ്ഞു: ഞാനൊരു നിലം വാങ്ങിച്ചിട്ടുണ്ട്, അപ്പൊ എനിക്കത് അതിന്റെ കാര്യങ്ങൾ ക്രമീകരിക്കേണ്ടത് ആവശ്യമുണ്ടോണ്ട് ഇപ്പൊ എനിക്ക് വരാൻ കഴിയില്ല, എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞു. രണ്ടാമത്തെ ആൾ പറഞ്ഞു: ഞാനൊരു കുറച്ച് കാളെ വാങ്ങിച്ചിട്ടുണ്ട്, അപ്പോ അതിനെ ശോധനയും പോവുക, അതുകൊണ്ട് എനിക്കിപ്പോ സമയമില്ല. മറ്റാൾ പറഞ്ഞു: ഞാൻ വിവാഹം കഴിച്ചിരിക്കുന്നു, അതിന്റെ കാര്യം അറേഞ്ച് ചെയ്യാനുണ്ട്, അതിന്റെ കുറച്ച് കാര്യങ്ങൾ അറേഞ്ച് ചെയ്യാനുണ്ട്, അതുകൊണ്ട് എനിക്ക് വരാൻ യാതൊരു വഴിയുമില്ല എന്ന് മൂന്നാമത്തെ ആളും. ഇങ്ങനെ പലരും പല പല ഒഴിവ് കഴിവുകൾ പറഞ്ഞിട്ട് ഈ വിരുന്നിനെ അങ്ങ് വരുന്നില്ല എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തി. സ്തോത്രം. അപ്പോ ദാസൻ യജമാനോട് പറഞ്ഞപ്പോ യജമാനോട് ഭയങ്കര ദേഷ്യം വന്നിട്ട് ഈ മനുഷ്യൻ പറഞ്ഞു: നീ കാര്യം ചെയ്യും, അവരൊക്കെ പോട്ടെ, ബാക്കിയുള്ള വഴിയിൽ കാണുന്നവരെല്ലാം വിളിക്കാൻ പറഞ്ഞു. എല്ലാവരെയും വിളിച്ചിട്ട് കൊണ്ടുവരാൻ പറഞ്ഞു. സ്തോത്രം. ഇത് നമ്മളൊരു കണക്കിൽ ഒരു ആത്മീയ അർത്ഥം പഠിക്കുമ്പോൾ ഇത് ഇസ്രായേലിനെയും രക്ഷയെ ബന്ധിച്ചുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് ഞാനിവിടെ നമുക്ക് ഒറ്റ നോട്ടത്തിൽ അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് അങ്ങനെ തന്നെയാണ് താനും. ഇതിന് മറ്റൊരർത്ഥം കൂടെ നമുക്ക് കാണാൻ കഴിയും. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ പറയുന്ന കാര്യം, ആ യജമാനൻ അല്ലെങ്കിൽ ആ മനുഷ്യൻ തന്റെ വിരുന്നിലേക്ക് പലരെയും ക്ഷണിച്ചു. സ്തോത്രം. അവരെല്ലാം ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് അതിനെ നിഷേധിക്കുകയുണ്ടായത്. നോക്കിയേ, ഇവരാരും പറഞ്ഞ കാര്യങ്ങളൊന്നും തെറ്റായ കാരണങ്ങൾ പറഞ്ഞിട്ടില്ല ആരും, ഇല്ലേ? അവരാരും ഒരു പാപത്തിന്റെ പ്രവൃത്തിയോ അല്ലെങ്കിൽ അവരാരും ആ വിരുന്നിലേക്ക് വരുന്നതിന് ഒരു ഒഴിവ് കഴിവ് പറഞ്ഞെങ്കിൽ പോലും അവർക്ക് അവരുടേതായ കാരണങ്ങൾ ഉണ്ടായിരുന്നു. ഒരാൾക്ക് വിവാഹം കഴിഞ്ഞ ഉടനെ എന്റെ കാര്യങ്ങളുണ്ട്, അറേഞ്ച്മെന്റ്സ് പലതുണ്ട്. ഹല്ലേലൂയ. നമുക്കറിയാം, ഒരു വിവാഹം കഴിഞ്ഞ വീട്ടിൽ എന്റെ സെയിം ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അതിന്റെ കാര്യങ്ങൾ പറയുന്നു. ഒരാൾ കാളെ വാങ്ങിച്ചു, അതിന്റെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. മറ്റൊരാളെന്ന് പറഞ്ഞാൽ കുറച്ച് വസ്തു വാങ്ങിച്ചിട്ടുണ്ട്, അതിന്റെ കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പം ഇതൊന്നും ഒരു പാപത്തിന്റെ പ്രവൃത്തിയോ മോശപ്പെട്ട പ്രവൃത്തിയോ അല്ല. അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ തന്നെയായിരുന്നു. പക്ഷെ അവർക്ക് ഈ ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി ആ എൻറ്റയർ ഫീസിനെ, ആ ഫുൾ വിരുന്നിനെ അവർ ഒഴിവാക്കിക്കളഞ്ഞു. അവർ കുഴപ്പം അവിടെ. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോ യജമാനു ദേഷ്യം വന്നിട്ട് പറഞ്ഞു: ഇനി ഈ ടീംസ് ആരും ഇതിൽ കയറത്തില്ല, ഇവനെ ആരും വേണ്ട, എല്ലാം പുറത്ത് കളഞ്ഞേരും, വേറെ വഴി കാണുന്നവരേക്ക് വിളിച്ചോണ്ട് വാന്ന് പറഞ്ഞിട്ട് ദാസനെ അയക്കാനിടയായി തന്നു. പിന്നെ ഒരു തീരുമാനം എടുക്കുക: ഈ ഒറ്റയാമാർ എന്റെ വീട്ടിൽ വരത്തുമില്ല, എന്റെ ഫുഡ് കഴിക്കത്തുമില്ല. യജമാനൻ എടുത്തു. സ്തോത്രം. ഹല്ലേലൂയ. നമ്മളിതിനെ മറ്റു തരത്തിൽ കാണുകയാണെങ്കിൽ, ഹല്ലേലൂയ, പരിശുദ്ധാത്മ നമ്മളെപ്പോഴും ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക: എന്റെ സാന്നിധ്യത്തിലേക്ക് വാകുഞ്ഞേ. സ്തോത്രം. അല്ലെങ്കിൽ നമ്മളെപ്പോഴും ദൈവം ആ സാന്നിധ്യത്തിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുക ചെയ്യുന്നത്. ഇവിടെ ഫീസ്റ്റ് ആണെങ്കിൽ നമ്മുടെ കർത്താവ് നമ്മളെ ആ സായം പാടിയ പോലെ ആ സാന്നിധ്യം എപ്പോഴും നമ്മളെ പരിശുദ്ധാത്മാവ് നമ്മളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ നമ്മൾ പലപ്പോഴും ആ സാന്നിധ്യത്തെ തിരിച്ചറിഞ്ഞിട്ടും, അല്ലെങ്കിൽ നമുക്ക് വിളിക്കുന്നു, അല്ലെങ്കിൽ ദൈവത്തിന്റെ പോയിരിക്കണം, അല്ലെങ്കിൽ ദൈവത്തോട് കൂടെ ആകണം എന്നുള്ള ഒരു ബോധ്യമുണ്ടായിട്ടും പലപ്പോഴും നമ്മൾ അതിലേക്ക് പോകുന്നില്ല എന്നുള്ള വാസ്തവം. എപ്പോഴും ദൈവത്തിന്റെ ആഗ്രഹം നമ്മോട് എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ് പരിശുദ്ധാത്മാവ്. എപ്പോഴും നമ്മളോട് ഡീൽ ചെയ്യുന്നുണ്ട്, നമ്മളത് അറിയുന്നില്ല എന്നുള്ളത് വാസ്തവം. ചിലപ്പോഴൊക്കെ നമ്മൾ പെട്ടെന്ന് സെൻസിറ്റീവ് ആകുമ്പോൾ അത് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ നമ്മളെപ്പോഴും പരിശുദ്ധാത്മാവ് നമ്മളെ കൂടെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ ദിവസങ്ങളിൽ സമയം സ്പെൻഡ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് പലപ്പോഴും കഴിയാറില്ല. നമ്മുടെ കാരണങ്ങളൊക്കെ പലപ്പോഴും പാപങ്ങളൊന്നും അല്ല. നമ്മുടെ കാരണങ്ങൾ ഇത് പറഞ്ഞ പോലെ നമ്മൾ ഗോസിപ്പ് പറയാനും, അല്ലെങ്കിൽ നമ്മൾ സിനിമാശാലകളിൽ പോയി നമ്മുടെ സമയം സ്പെൻഡ് ചെയ്യാനും, മദ്യശാലകളിൽ പോകുവാനോ, അല്ലെങ്കിൽ വഴി തിരക്കോണ്ടിരുന്നിട്ട് ആൾക്കാരെ കളിയാക്കാനൊന്നും നമ്മൾ സമയം എടുക്കുന്നില്ല. നമ്മളൊന്നിനും അതിനുവേണ്ടി സമയം കളയുന്നുമില്ല. നമ്മുടെ ആവശ്യങ്ങളൊക്കെ നമ്മുടെ പല കാര്യങ്ങൾ നമ്മൾ ഓട്ടമാണ്. സ്തോത്രം. നമുക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യണം, ഇന്നത് ചെയ്യണം, അതെനിക്ക് ഇമ്പോർട്ടന്റ് ആണ്, ഇത് ഇമ്പോർട്ടന്റ് ആണ്, അങ്ങനെ പല കാര്യങ്ങൾ നമ്മളിങ്ങനെ നമ്മുടെ തിരക്കാം. സ്തോത്രം. നമ്മുടെ റീസൺസ് എല്ലാം വളരെ ജെന്യുവിൻ ആണ്. ഒരിക്കലും അത് നമുക്കത് മാറ്റിവെക്കാൻ കഴിയുന്ന കാര്യങ്ങളുമല്ല. സ്തോത്രം. നമ്മളെ സംബന്ധിച്ച് ഹല്ലേലൂയ. ഇവിടെ വിളിക്കപ്പെട്ട വ്യക്തികളുടെ എല്ലാം കാരണങ്ങൾ അവരെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടന്റ്.
അവർക്ക് വേണമെങ്കിൽ പക്ഷേ അതിനിടയ്ക്ക് അവർക്ക് സമയം കണ്ടെത്തി ഇവരിൽ പങ്കെടുക്കാമായിരുന്നു വേണമെങ്കിൽ, അല്ലെ? സ്തോത്രം, ഹല്ലേലൂയ. അവർക്ക് പല കാര്യങ്ങൾ പെട്ടെന്ന് അറേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ അതിന് ശേഷം അറേഞ്ച് ചെയ്തിട്ട് അവർക്ക് ആ വിരുന്നിൽ പങ്കെടുക്കാമായിരുന്നു. ഹല്ലേലൂയ. അവരുടെ കാരണം മനുഷ്യൻ നോക്കുമ്പോൾ നമ്മുടെ കാരണങ്ങൾ, നമ്മളിപ്പോ ദൈവസ്ഥനിൽ പോയിരിക്കാത്തതിന്റെ കാരണം വേണ്ടത് നമ്മൾ ഇരിക്കുന്നില്ലെന്നല്ല, വേണ്ടതുപോലെ ദൈവം ആഗ്രഹിക്കുന്ന ഇരിക്കാത്തതിന്റെ കാരണം പലപ്പോഴും നമുക്ക് പെട്ടെന്ന് ഒരു പ്രാർത്ഥിക്കാൻ ഒരു പ്രേരണ ഉണ്ടായി. നമ്മുടെ കർത്താവ് പരിശുദ്ധാത്മാവ് നമുക്ക് നമ്മളെ വിളിക്കുക, ബിജു വാ പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ ഇരിക്കുന്നു പറയുമ്പോൾ എന്റെ ചില കാരണങ്ങൾ പറഞ്ഞിട്ട്, കർത്താവ് എനിക്ക് ഇപ്പം അസൗകര്യമാണ്, കുറച്ച് കഴിഞ്ഞ് വരാം, എനിക്ക് പിന്നെ വരാമെന്ന് പറഞ്ഞ് മാറ്റി മാറ്റി വെക്കുന്ന അനുഭവത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു വരുന്നേ. അപ്പൊ എന്റെ കാരണങ്ങളൊക്കെ ജെന്യുവിനാ, എനിക്ക് എന്റേതായ കാരണങ്ങളുണ്ട്. സ്തോത്രം, ഹാലേലൂയ. പക്ഷെ ദൈവം നോക്കുമ്പോൾ, ഹാലേലൂയ, അതിന്റെ താഴേക്ക് വായിക്കുമ്പോൾ യേശു കർത്താവ് പറഞ്ഞൊരു വാക്കുണ്ട്, എന്റെ അടുക്കൽ വരികയും അപ്പനെയും അമ്മയും ഭാര്യയും മക്കളെയും സഹോദരന്മാരെയും സഹോദരികളെയും സ്വന്തം ജീവനെയും കൂടെ പയക്കായിരിക്കും ചെയ്യുന്നവൻ എന്റെ ശിഷ്യനായിരിക്കും യോഗ്യനല്ല എന്ന് പറയുന്ന ആ ഒരു വാക്യത്തെ ചേർത്ത് വെച്ച് ഞാനത് പറയുമ്പോൾ, ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തിൽ പ്രയോറിറ്റൈസ് ചെയ്യാതെ നമ്മുടെ കാര്യങ്ങളിൽ, ഹല്ലേലൂയ, വ്യാപൃതരായിരിക്കുന്ന ഒരു അവസ്ഥയെക്കുറിച്ച് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. സ്തോത്രം. അതായത് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു കാര്യം, പരിശുദ്ധാത്മ നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യത്തിൽ പ്രയോറിറ്റി കൊടുക്കാതെ നമ്മുടെ കാര്യങ്ങളിൽ, ഈവൻ ദോ അതിന് കുറച്ച് ഇമ്പോർട്ടന്റ് വിഷയമാണെങ്കിൽ പോലും ദൈവത്തിന്റെ കാര്യത്തിന് പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് നമ്മുടെ കാര്യങ്ങളൊന്ന് മാറ്റിവെക്കുക എന്നുള്ള എപ്പോഴുമല്ല, പക്ഷെ നമുക്ക് ചെയ്യാൻ പലപ്പോഴും കഴിയും. നമ്മൾ അങ്ങനെ ചെയ്യുന്നുണ്ടോ എന്നുള്ള ചോദ്യം ഇവിടെ ബാക്കിയാണ്. സ്തോത്രം. ദൈവം നമ്മളോട് പറയുമ്പോഴല്ല, നമ്മളെ പ്രേരിപ്പിക്കുമ്പോഴല്ല. ഒരു കാര്യം ഞാൻ പറയട്ടെ, നമുക്ക് എപ്പോഴൊക്കെ പ്രാർത്ഥിക്കാൻ തോന്നുന്നതല്ല, ഞാൻ എപ്പോഴും പറഞ്ഞ കാര്യങ്ങൾ, നമ്മളെ അത് തോന്നിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ബിക്കോസ് ജഡത്തിന്റെ എന്താ പറയുന്നത്, സിൻ നേച്ചറുള്ള ഈ ബോഡിക്ക് അങ്ങനെ തോന്നലൊക്കെ വരിക എന്ന് വെച്ചാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം. നമുക്ക് എപ്പോഴും ആഗ്രഹമുള്ളത് ലോകത്തിനോട്. അപ്പോ ഈ ഒരു ലോകത്തിനോട് ആഗ്രഹമുള്ള ഈ ബോഡിയിൽ ഇങ്ങനെ ഒരു ആഗ്രഹം വരിക എന്ന് പറയുമ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം, അതിനെ പ്രേരിപ്പിക്കുന്ന പരിശുദ്ധാത്മാവാണ്. അപ്പോൾ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാകുമ്പോൾ നമ്മൾ ദൈവത്തോട് കൂടി ഇരിക്കുക എന്നുള്ളത് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യമാണ്. അങ്ങനെയാണ് ഫീസ്റ്റ് എന്ന് പറയുമ്പോൾ, ആ ഫീസ്റ്റ് ആഘോഷിക്കുന്ന അങ്ങനെയാണ്, നമ്മുടെ സ്പിരിച്വൽ അല്ലെങ്കിൽ ആത്മീയമായ നിലവാരത്തിൽ ഒരു ഫീസ്റ്റ് അങ്ങനെയാണ്. ദൈവവും അല്ലെങ്കിൽ അപ്പനും മക്കളും, ദൈവവും ഞാനും, ദൈവവും നിങ്ങളും എന്നുള്ള ഒരു കൺസെപ്റ്റിൽ ആ ഒരു കൂട്ടായ്മയാണ് അവിടെ ഒരു ഫീസ്റ്റാണ്. ഈ ഫീസ്റ്റിൽ പങ്കെടുത്ത് കഴിയുമ്പോഴാണ്, ഹല്ലേലൂയ, സ്തോത്രം, അതിന്റെ പ്രതിഫലങ്ങൾ നമുക്ക് നൽകപ്പെടുന്നത്. ഇവിടെ വെച്ച് തന്നെ പ്രതിഫലങ്ങൾ നൽകപ്പെടുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ ഞാൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ. നമ്മളോട് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന പോലെ നമുക്ക് നമ്മുടെ റീസൺസ് ഉണ്ടാകും, പക്ഷെ ജെന്യുവൻ ആയിരിക്കാം. പക്ഷെ ഇവിടെ ആരും പാപം ചെയ്തിട്ടല്ല ഇവരെ ആരെയും പുറത്ത് കളഞ്ഞത്. ഇവർ പാപം ചെയ്തിട്ടേ ഇല്ല. ഇവർ അവരുടേതായ കാര്യങ്ങൾ ജെന്യുവനാണ്. പക്ഷെ അവർ ആ ദൈവത്തിന്റെ ഇൻവിറ്റേഷന് വേണ്ടി കുറച്ച് സമയം മാറ്റി വെച്ചില്ല. അവർക്ക് ദൈവം ആ യജമാൻ ആഗ്രഹിച്ച പോലെ ആ വിരുന്നിന് വന്ന ശേഷം, അതിന് പ്രയോറിറ്റി കൊടുത്ത ശേഷം അവരുടേതായ കാര്യങ്ങൾ ചെയ്യാനായി പോയില്ല. സെയിം വേ നമ്മളും നമ്മളെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന കാര്യത്തിൽ പ്രയോറിറ്റി കൊടുക്കാതെ നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടി എപ്പോഴും നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്തുകൊണ്ടിരുന്നാൽ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യങ്ങളോ, ദൈവം നമുക്ക് വെച്ചിരിക്കുന്ന ഫീസ്റ്റോ, അല്ലെങ്കിൽ ദൈവം നമുക്ക് വെച്ചിരിക്കുന്ന മഹാ നന്മകളൊക്കെ മിസ്സാവാൻ ചാൻസ് ഉണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്തുകൊണ്ട്, ദൈവത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട്, ദൈവം നമ്മളോട് ഇരിക്കാൻ പറഞ്ഞാൽ ഇരിക്കുന്ന അനുസരണത്തിന്റെ മനോഭാവം നമ്മൾ വരട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട്, നമ്മുടെ കാര്യങ്ങൾ ഏതാണെങ്കിലും എപ്പോഴുമല്ല, ഹല്ലേലൂയ, വളരെ അർജന്റായ കാര്യങ്ങൾ നമ്മൾ വേണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ നമുക്ക് വളരെ വളരെ അത്യാവശ്യമല്ലാത്ത കാര്യങ്ങൾ ഉള്ള സമയത്ത് ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവത്തിന്റെ വാക്കുകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് നമ്മുടെ കാര്യം കുറച്ച് മാറ്റി വെച്ചുകൊണ്ട് നമ്മുടെ ഹല്ലേലൂയ പ്രവർത്തി ചെയ്യുകയാണെങ്കിൽ, അങ്ങനെ ഒരു മനോഭാവം നമ്മൾ വളർത്തിയെടുക്കുകയാണെങ്കിൽ, അങ്ങനെ ദൈവത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണെങ്കിൽ, ഈ പറയുന്നത് പോലെ യജമാനന്റെ ഫീസ് നമ്മളും പങ്കുകാരാവുകയും ആ ഫീസിലൂടെ നമുക്ക് ലഭിക്കേണ്ട ചില നന്മകൾ നമ്മളിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും. അത് ആത്മനന്മകളാകാം, ഭൗതിക നന്മകളാകാം. പ്രിയമുള്ളവരെ, നമ്മുടെ ആത്മീയ വളർച്ചയുടെ കിട്ടുന്ന നന്മകളാണ് നമുക്ക് നിലനിൽപ്പുള്ളത്. മറ്റു നന്മകളെല്ലാം അത് താൽക്കാലികമാണ്. ആത്മീയ വളർച്ചയെ കൂടെ കിട്ടുന്ന നന്മകൾ അദ്ദേഹം നിലനിൽക്കുന്നതുമാണ്. ഈ ഒരു മനോഭാവം, ആ ഒരു തിരിച്ചു നമ്മൾ ഉണ്ടാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നത് നമ്മൾ സഹായിക്കുമാറാകട്ടെ. തുടർന്ന് നമുക്ക് പ്രാർത്ഥന വിഷയങ്ങൾ മലയാള സമയത്ത് നമ്മളെ സഹായിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. സ്തോത്രം. ആമേൻ.